ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. കാലാവസ്ഥാ വ്യതിയാനം ജലചംക്രമണത്തെ സാരമായി ബാധിക്കുന്നുവെന്നും ജലലഭ്യതയും ജലസുരക്ഷയും ഉറപ്പാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. 6ാമത് ദേശീയ ജല അവാർഡുകളും പ്രഥമ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി അവാർഡുകളും ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കേരളത്തിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത് ജലശക്തി മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിനും തിരുവനന്തപുരം MGM മോഡൽ സ്കൂൾ പ്രത്യേക പരാമർശത്തിനും അർഹമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും തമിഴ്നാടും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബയുടെ മഹാസമാധിയിൽ അദ്ദേഹം പ്രണാമമർപ്പിക്കും. സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി NDA സഖ്യകക്ഷി MLA-മാരുടെ യോഗം നാളെ പട്നയിൽ ചേരും. നേതാവിനെ നിശ്ചയിച്ചതിന് ശേഷം സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ച് നേതാക്കൾ ഗവർണറെ കാണും. പട്നയിലെ ഗാന്ധി മൈതാനിൽ മറ്റന്നാളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 2994 പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം തൃശൂരിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഡിസംബർ 9, 11 തീയതികളിൽ ബന്ധപ്പെട്ട ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 2ാം ദിനമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയാത്ത രീതിയിൽ തിരക്ക് വർദ്ധിച്ചെങ്കിലും വൈകുന്നേരത്തോടെ സ്ഥിതി നിയന്ത്രണ വിധേയമായതായി അധികൃതർ അറിയിച്ചു. തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്താൻ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. സ്പോട്ട് ബുക്കിംഗ് 20,000 ആക്കി നിജപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. അതേസമയം ശബരിമലയിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസും BJPയും വിമർശനമുന്നയിച്ചു. ശ്രീ കാശിമഠ് സംസ്ഥാൻ വാരാണസിയുടെ മഠാധിപതിയും ആത്മീയാചാര്യനുമായ ശ്രീ സംയമീന്ദ്ര തീർത്ഥസ്വാമികൾ 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. രംഗവിലാസം കൊട്ടാരത്തിൽ തങ്ങുന്ന സ്വാമികളെ ഗൌഡ സാരസ്വത ബ്രാഹ്മണ മഹാസഭ പൂർണ്ണകുംഭം നൽകി തലസ്ഥാനത്ത് സ്വീകരിക്കും. 2026-27 കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഉൽപാദന മേഖലയിലെ വിദഗ്ധരുടെ യോഗം ചേർന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രധാന നയങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ചർച്ചയായതായി യോഗത്തിൽ പങ്കെടുത്ത ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 56ാമത് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഗോവയിൽ പുരോഗമിക്കുന്നു. മറ്റന്നാൾ ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയും. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബ്രസീലിയൻ ചിത്രം ദ ബ്ലൂ ട്രൈലാണ് ഉദ്ഘാടന ചിത്രം. സംക്ഷിപ്ത വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച ഫെസിലിറ്റേഷൻ സെന്ററുകളുടെ സേവനം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി. ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുന്നതിനും സഹായിക്കുകയാണ് സെന്ററുകളുടെ ലക്ഷ്യം. ഡെറാഡൂണിൽ നടന്ന 28ാമത് ദേശീയ വനം കായിക മേളയിൽ കേരളത്തിന് 2ാം സ്ഥാനം. 31 സ്വർണം, 48 വെള്ളി, 38 വെങ്കലം അടക്കം 357 പോയിന്റ് നേടിയാണ് കേരള ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി സ്വന്തമാക്കിയത്. 586 പോയിന്റുകൾ നേടിയ ഛത്തീസ്ഗഡാണ് 1ാമതെത്തിയത്. മലപ്പുറം തിരൂർ സ്റ്റേഷനിൽ മുന്നോട്ടെടുത്ത ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ നിന്ന് വീണ സ്ത്രീയെ റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥൻ PU ഉമേശൻ രക്ഷപ്പെടുത്തി. യാത്രക്കാരിയെ രക്ഷിക്കാൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ചാടിയ ബന്ധുവിന് നിസ്സാര പരിക്കേറ്റു. വയനാട് സിപ്പ് ലൈൻ അപകടമെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ വീഡിയോ നിർമ്മിച്ചയാൾ അറസ്റ്റിൽ. ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് പിടിയിലായത്. വയനാട് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.